കുടുംബങ്ങളോട് സംസാരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങൾ. ഞാനൊരിക്കൽ മെത്രാനൊക്കെ ആയിക്കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിതാവിൻ്റെ അച്ഛന്മാരോട് ഒരു കാര്യം പറയണം, ഞങ്ങൾ ഈ കല്യാണം കഴിച്ചവരെ കുറ്റം പറയരുതെന്ന് പറയണം. ഞാൻ ചോദിച്ചു, അതിനാ അവർ കുറ്റം പറയുന്നുണ്ടോ? എൻ്റെ പിതാവേ, ഞങ്ങളൊന്ന് കല്യാണം കഴിച്ചു പോയി, 2 പിള്ളേരും ഉണ്ടായിപ്പോയി. അതിൻ്റെ പേരിൽ PTA മീറ്റിങ്ങിന് എപ്പോൾ പോയാലും ഞങ്ങൾക്ക് കുറ്റമല്ലാതെ വേറെ ഒന്നുമില്ല. ഇതെല്ലാം പോട്ടെ, പള്ളിയിൽ ചെന്നിരിക്കാന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ കുഴപ്പമാണെന്നാണ് വികാരിച്ചന്മാർ മുഴുവൻ പറയുന്നത്. അങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. കാരണം ഞങ്ങൾ എടുക്കുന്ന ത്യാഗത്തിൻ്റെ വില എല്ലാ അച്ഛന്മാർക്കും ഒന്നും മനസ്സിലാകത്തില്ല. കല്യാണം കഴിച്ച് ജീവിക്കുന്നവരുടെ ആ ഒരു വലിയ ത്യാഗം അത് വളരെ വലുതാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പിന്നീട് അത് അച്ഛന്മാരുടെ ധ്യാനത്തിനെല്ലാം പോകുമ്പം അത് പറയാറുണ്ട്. നമ്മൾ ഒത്തിരി ആദരിക്കേണ്ടവരാണ് വിവാഹിതര്. കാരണം ദൈവത്തിൻ്റെ വിളിയോട് സഹകരിക്കുന്നവർ, വിളി ശ്രവിച്ച് ദൈവത്തിൻ്റെ ആ വലിയ ഇഷ്ടത്തിനനുസരിച്ച് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണവർ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സഭയുടെ മുഴുവൻ കൃതജ്ഞത അർഹിക്കുന്നവരാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അത് വളരെയേറെ പ്രാവശ്യം പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ വിളിയോട് സഹകരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ, കർത്താവിൻ്റെ ദൈവികമായ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ, അതാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നോട് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയം തന്നെ ഈ ആഗോള സഭ, ആഗോള കുടുംബ കോൺഫറൻസിൽ എടുത്തിരിക്കുന്ന വിഷയമാണ് ഫാമിലി ലവ്. കുടുംബത്തിലെ സ്നേഹം അത് ഒരു ദൈവവിളിയാണ്, വിശുദ്ധിയിലേക്കുള്ള ഒരു വിളിയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ ജീവിതങ്ങളും ഒരു ദൈവവിളിയാണ്. ഇപ്പൊ കുടുംബജീവിതം ഒരു ദൈവവിളിയാണ്. ആ രീതിയിൽ അതിനെ എടുത്താൽ മാത്രമേ നമുക്ക് നിലനിൽപ്പിന്റെ വരം കിട്ടത്തുള്ളൂ. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ റോമിലെ വൈദിക വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളുടെ സംസ്കാരം നിങ്ങളെ സഹായിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 5 വർഷത്തേക്ക് അച്ഛനായിട്ട് ജീവിക്കാൻ ഞാൻ ആൾക്കാരെ ക്ഷണിച്ചാൽ ഒത്തിരി നല്ല അച്ഛന്മാരെ എനിക്ക് കിട്ടും. കാരണം 5 വർഷം ജീവിച്ചാൽ മതിയല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ. 10 വർഷത്തേക്ക് കന്യാസ്ത്രീകളാകാനുള്ളവരെ ക്ഷണിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി പേരെ കിട്ടും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സ്നേഹം തീരുന്നോടം വരെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ഉള്ളവരെ ക്ഷണിച്ചാലും എനിക്ക് ഒത്തിരി പേരെ കിട്ടും. അവിടെ നിങ്ങൾക്കറിയാം ഡൈവോഴ്സിന്റെ റേറ്റ് ഒക്കെ വളരെ കൂടുതലാണ്. 12 വർഷം പ്രണയിച്ച് നടക്കും, കല്യാണം കഴിക്കും, വലിയ ആഘോഷമായിട്ട് കല്യാണം കഴിക്കും. 12 മാസം തികയ്ക്കുന്നവരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അപ്പൊ അവർ പറയുന്നതാണ്, അമോരെ ഫിനീത്തോ, സ്നേഹം തീർന്നുപോയി, അതുകൊണ്ട് ഞങ്ങൾ പോവാ, ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം തീർന്നുപോയി. അപ്പോ സ്നേഹം തീരുന്നോടം വരെ ജീവിക്കാൻ ആരെങ്കിലും തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ അധികം പേര് തയ്യാറാവും. പക്ഷേ ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ അതിന് ദൈവത്തിന്റെ കൃപ വേണം. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ ആദ്യമായിട്ട് വിവേചിച്ചറിയണം. നമുക്കറിയാം, ഇപ്പോൾ എല്ലാം ഇഷ്ടങ്ങളുടെ കാലമാണ് അല്ലേ. എൻ്റെ ഇഷ്ടം, എനിക്കത് ഇഷ്ടമില്ല, എനിക്കിത് ഇഷ്ടമില്ല, ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ, ഇഷ്ടമുള്ളപ്പോൾ ഞാൻ കിടന്നുറങ്ങും, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കും. ഇഷ്ടങ്ങളുടെ ഒരു മൊണോപ്പൊളിയാണ് ഇപ്പോൾ സമൂഹത്തിൽ. അതേസമയം ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇഷ്ടം ഒരു വികാരമാണ് അല്ലേ. ഇഷ്ടം തോന്നും, പിന്നെ അതങ്ങ് പോവും. നിങ്ങൾക്ക് ജിലേബി കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 1 കിലോ ജിലേബി മേടിച്ചു തരുന്നു. നിങ്ങൾ കുറേ ഒരു 1/4 കിലോ ഒക്കെ കഴിഞ്ഞ് മടുത്തെന്ന് പറയും. അതാണ് ഇഷ്ടങ്ങളുടെ ഒരു പ്രത്യേകത. ഇഷ്ടങ്ങളെല്ലാം മടുക്കും. പക്ഷെ സ്നേഹം ഒരു തീരുമാനമാണ്. അത് ഇഷ്ടങ്ങൾ മാറുന്നത് പോലെ മാറാനുള്ളതല്ല. സ്നേഹം എന്ന തീരുമാനം അത് ജീവിതാവസാനം വരെയുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളൊരു വലിയ പ്രതിജ്ഞയൊക്കെ എടുക്കുന്നില്ലേ, ഇന്നു മുതൽ മരണം വരെ. അയ്യോ, എന്നാ ഒരു പ്രതിജ്ഞയല്ലേ. ഞാനിത് ചൊല്ലിക്കൊടുക്കുമ്പം ഈ പാവം ചൊല്ലുന്ന ചെറുപ്പക്കാരുടെ മുഖത്തോട്ട് നോക്കാറുണ്ട്. പാവങ്ങൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഈ പാവങ്ങൾ ഈ പ്രതിജ്ഞ? ഇന്നു മുതൽ മരണം വരെ. ഈ സന്തോഷമുള്ളപ്പോൾ മാത്രമാണെങ്കിൽ പോട്ടെന്ന് വെക്കാറുണ്ടല്ലേ, സുഖമുള്ളപ്പോൾ മാത്രമാണെങ്കിൽ പോട്ടെന്ന് വെക്കാം, ആരോഗ്യമുള്ളവർ മാത്രമാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇതൊന്നും ഇല്ലാത്തപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാം എന്നുള്ള വലിയ പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ എടുക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം,
ഇതൊരു ദൈവ വിളിയാണ് എന്നുള്ള ഒരു ബോധ്യം വേണം. നമുക്കറിയാം, ഏത് ദൈവവിളിയും ഇഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല സംഭവിക്കുന്നത്. നമ്മുടെ വൈദികരോടൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് എന്ന് ചോദിച്ചു നോക്കണം, അച്ഛനാകാൻ ഇഷ്ടമായിരുന്നു എന്ന്. ഒരു പറയും കുർബാനയെല്ലാം എനിക്ക് ഇഷ്ടമായിരുന്നു, അവന് അതൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇങ്ങനെ ജീവിതാവസാനം വരെ ജീവിക്കാൻ ഇഷ്ടമായിരുന്നോ? പലരും പറയും കല്യാണം കഴിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെന്താ? പക്ഷെ വിളിക്കപ്പെട്ടു. ഒരു ഉപരി സ്നേഹത്തിൽ നിന്ന് ഒരു വലിയ വിളി കിട്ടി. വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് വലിയ സാങ്കത്യമൊന്നുമില്ല. ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് വിളിയോട് ഞാൻ പ്രതികരിക്കുകയാണ്. ഇത് തന്നെയാണ് കുടുംബജീവിതം. നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് പരസ്പരം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മൾ വിചാരിച്ച പാർട്ടി ഒന്നും അല്ല ഇത്. ആ ഫേസ്ബുക്കിലൊക്കെ എന്നതായിരുന്നു, ഈ ഒന്നും പറയണ്ട, അല്ലെങ്കിൽ വാട്സപ്പിൽ എന്നാ മെസ്സേജ് ആയിരുന്നു, പക്ഷെ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞ് നമുക്ക് ഇട്ടേച്ചു പോകാൻ പറ്റില്ല. കാരണം ഇതൊരു ദൈവ വിളിയാണ്. ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ, ലോകാവസാനം വരെ ജീവിക്കാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു വിളിയുടെ ബോധ്യമുള്ളപ്പോഴാണ് നിലനിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് ദൈവത്തിന്റെ വിളിയാണ് എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടിയാണ് ഇവിടെ ഒരുമിച്ച് ആയിരിക്കുന്നത് എന്നെനിക്കറിയാം. പക്ഷെ ഈ വിളിയുടെ ഒരു ജീവിതം നയിക്കുമ്പോൾ ഇത് ലോകത്തിന് എങ്ങനെയാണ് കാണപ്പെടുന്നത്? നമ്മളുടെ വിവാഹ ജീവിതവും മറ്റു മതസ്ഥരുടെ വിവാഹ ജീവിതവും ഒക്കെ തമ്മിൽ എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും? ഞാൻ പറയും, നമ്മുടെ കുര്യൻ ജോസഫ് സാറൊക്കെ പറഞ്ഞ ഒരു വലിയ ശാന്തതയുടെയും സ്നേഹത്തിന്റെയും അനുഭവം ഉണ്ടല്ലോ. ശാന്തതയുടെയും സ്നേഹത്തിന്റെയും അനുഭവത്തിലേക്ക് കടക്കുന്തോറുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ലോകത്തിന് ഈ ദൈവ വിളിയുടെ മാധുര്യം മനസ്സിലാക്കി കൊടുക്കും. അതല്ലാതെ അസ്വസ്ഥമായ മനസ്സുകളോടുകൂടി ജീവിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മളിങ്ങനെ പരവേശം പിടിച്ചുള്ള ഒരു ജീവിതമാണ്. പരവേശം പിടിച്ച് ജീവിക്കുക. ഭാവിയെക്കുറിച്ചാണ് ചിന്ത. ഭാവിയിൽ എന്ത് ചെയ്യും ഇങ്ങനെ പരവേശം പിടിച്ചുള്ള കണക്കൂട്ടലുകളിലാണ് നമ്മൾ. ഈ അടുത്ത നാളിൽ ഒരു അച്ചായൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന പിഴച്ചുപോയോ എന്നൊരു ചെറിയ സംശയം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, പ്രാർത്ഥന പിഴച്ചുപോയി. അത് എന്തു പറ്റി? ഞങ്ങൾ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണത്? ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ, പിള്ളേരെ എല്ലാം രക്ഷപ്പെടുത്തണമേ. എന്നിട്ട് ഇപ്പോഴോ പിള്ളേരെ എല്ലാം മാതാവ് രക്ഷപ്പെടുത്തി, കുറ്റം പറയാനില്ല. ഒരാളെ ന്യൂസിലൻഡിലും ആക്കി, വേറൊരാളെ കാനഡയിലും ആക്കി. എന്നിട്ട് എന്നാ പറ്റി? അല്ല, അവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഞങ്ങൾ കുറേ വസ്തുക്കളെല്ലാം മേടിച്ചിട്ടുണ്ടായി. ഇപ്പൊ അവർക്ക് അതൊന്നും വേണ്ട. പിന്നെ അവരുടെ മക്കള് സംസാരിക്കുന്ന ഭാഷയൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് രാവിലെ പത്രം നേരെ പിടിച്ച് വായിക്കും, ഉച്ച കഴിയുമ്പം തല തിരിച്ചു പിടിച്ച് വായിക്കും, വേറെ പരിപാടിയൊന്നുമില്ല. വല്ലാത്ത ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരുന്നുകൊണ്ട് ഈ മനുഷ്യര് ചിന്തിക്കുകയാണ്, തമ്പുരാനെ, പ്രാർത്ഥന പിഴച്ചുപോയോ? അതാണ് ഈ മാനുഷികമായ കണക്കൂട്ടലുകളാണ് പലപ്പോഴും. ഈ വിവാഹമൊക്കെ കല്യാണം കെട്ടിച്ചു കഴിയുമ്പോൾ ഞാൻ പലപ്പോഴും വധുവരന്മാരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ പ്ലാൻ എന്താണ്? ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? മിക്കവാറും പേര് പറയുന്നത്, ഒരാൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകുന്നു, മറ്റേ ആൾ ഗൾഫിന് പോകുന്നു. ഇതെപ്പോഴാണ് ഇനിയും കൂടി കാണുന്നത്? അത് ലീവൊക്കെ ആയി വരണം. 1 വർഷത്തിനുള്ളിൽ ഉണ്ടോ? ഒരു പിടിയില്ല. നമ്മളിങ്ങനെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളിൽ കഴിഞ്ഞ് അസ്വസ്ഥമായിട്ട് അങ്ങ് ജീവിക്കുകയാണ്, അല്ലെ? ജീവിച്ച് ക്ഷീണിച്ചു പോകുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറുകയാണ്. യഥാർത്ഥത്തിൽ ഒരു സന്തോഷം അനുഭവിക്കുന്ന, സ്നേഹം അനുഭവിക്കുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലൊക്കെ കാണും? എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പലപ്പോഴും ഈ വിശ്വാസത്തിന്റെ മാധുര്യമൊന്നും മനസ്സിലാകാതെ പോകുന്നത്? കാരണം അപ്പനും അമ്മയും എപ്പോഴും പള്ളിയിലുണ്ട്, പള്ളി ഫ്രണ്ടിലുണ്ട്. പള്ളി പോയില്ലെങ്കിൽ അപ്പൻ വഴക്കൊക്കെ പറയും. പക്ഷെ വീട്ടിൽ വന്ന ഈ അപ്പനും അമ്മയും കൂടെ സ്നേഹമായിട്ടൊരു വർത്താനം പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. അവിടെ ഭയങ്കര ബഹള. അവിടെ വലിയ ശീതയുദ്ധം അല്ലെങ്കിൽ വലിയ യുദ്ധങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവര് തമ്മിൽ സംസാരമില്ല. പക്ഷെ പള്ളി പോണം, വേദപാഠം പഠിക്കണം എന്നൊക്കെ മാത്രമേ പറയത്തുള്ളൂ. ഇവര് തമ്മിൽ സംസാരമില്ല, ഒരു സ്നേഹത്തിന്റെ അനുഭവമില്ല. എൻ്റെ പ്രിയപ്പെട്ട ദമ്പതികളെ, നിങ്ങളുടെ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ നിങ്ങൾ വലിയ മലമറിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. എല്ലാ ദിവസമൊക്കെ പ്രാർത്ഥിക്കണം, വചനമൊക്കെ ഇച്ചിരി വായിക്കണം. പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഒരു 10 മിനിറ്റ് സ്നേഹവർത്തമാനം പറയണം. സ്നേഹവർത്തമാനം പറയുന്ന എത്ര പേര് നിങ്ങളുടെ കൂട്ടത്തിൽ കാണും? പലരുടെയും കുടുംബങ്ങള് അവാർഡ് പടം പോലെയാണെന്നാ പറയുന്നത്. അതെന്താണ് അവാർഡ് പടം? പാട്ടും ഇല്ല, ഡാൻസും ഇല്ല, കാര്യം മാത്രം പറയും. ബിസിനസ് ഇന്ററാക്ഷൻസ് മാത്രമേ അവിടെയുള്ളൂ. അവര് തമ്മിൽ സംസാരമൊന്നുമില്ല. ഒരു സഹോദരി എന്നോട് പറഞ്ഞു, പിതാവേ, അടുത്ത ജന്മത്തിലെങ്കിലും കമ്പ്യൂട്ടറായിട്ട് ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്നാ,
കെട്ടിയാൻ വീട്ടിൽ വന്നാൽ കമ്പ്യൂട്ടർ നോക്കിയിരിക്കുക ഫുൾ ടൈം. കമ്പ്യൂട്ടറായിട്ട് എങ്ങനെ ചോദിച്ചാൽ ഇയാൾ എന്നെ നോക്കി കുറേ നേരം ഇരിക്കുമല്ലോ. ഞാനാണെങ്കിൽ നല്ല നല്ല സാരിയൊക്കെ കൊടുത്ത് ഇയാളുടെ മുമ്പിൽ കൂടെ തെക്ക് കൊടുക്ക് നടക്കുന്നുണ്ട്. എവിടെ മൈൻഡ് ചെയ്യാൻ? അയാളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. സർവ്വ നേരവും വന്ന് കമ്പ്യൂട്ടർ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടിരിക്കുക. ചിലർ വീട്ടിലൊന്നും കയറത്തു പോലുമില്ല. അവരെല്ലാം വീട്ടിൽ കയറ്റിയ മഹാത്ഭുതമാണ് ഈ അടുത്ത നാളിൽ സംഭവിച്ചത്. ഏതാണത്? കോവിഡ് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ കുത്തിയിരുന്നു. വീട്ടിലെ ഭാര്യയെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് പോയെന്ന് പറഞ്ഞ പല ചേട്ടന്മാരും ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം മതിയേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ഭാര്യമാർക്ക് വില കൂടിയ സമയമായിരുന്നു കോവിഡ് കാലം. കുടുംബത്തിന് വില കൂടിയ സമയമായിരുന്നു കോവിഡ് കാലം. കാരണം ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കുടുംബമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. വേറെ എവിടെ പോയാലും പ്രശ്നമാണ്, കുടുംബത്തിലായിരുന്നാൽ കുഴപ്പമില്ല. അങ്ങനെ കുടുംബത്തിലായിരുന്നു കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും പോയി. ഒരു അമ്മായിയും മരുമകളും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. കോവിഡ് കഴിഞ്ഞപ്പോൾ വഴക്ക് മാറി. എന്താന്ന് ചോദിച്ചാൽ പറയാ, കോവിഡ് കാലത്ത് ഒന്നും ചെയ്യാനില്ലായിരുന്നുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ ചീട്ടുകളി തുടങ്ങി. അമ്മായിയമ്മയും മരുമകളും കൂടി ഇരുന്ന് ചീട്ട് കളിച്ചു. അതോടുകൂടി പ്രശ്നമൊക്കെ തീർന്നു. ഇപ്പം വളരെ സമാധാനമായി എന്നാണ് പറയുന്നത്. അപ്പനും അമ്മയും മക്കളും കൂടെ ക്രിക്കറ്റ് കളിച്ച വീടുകളൊക്കെ നമുക്കുണ്ട്. അങ്ങനെ വളരെ രസകരമായിട്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറ്റിയവരുണ്ട്. പിന്നെ കുറേ നേരം കണ്ടിരുന്ന് മടുത്ത് പ്രശ്നം കൂടിയവരുണ്ട് കേട്ടോ. എന്നാലും കൂടുതലും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഒത്തിരി മാറി. കോവിഡ് മൂലം സംഭവിച്ച വലിയ ഒരു നന്മയാണത്. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ സ്നേഹവർത്തമാനത്തെ ഏറ്റവും ആത്മീയമായ ഒരു കാര്യമായിട്ട് നിങ്ങൾ കരുതണം. അത് ലൗകികമായ കാര്യമൊന്നുമല്ല, അത് ആത്മീയമായ കാര്യമാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ചെറുപ്പക്കാർ ദമ്പതികൾക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങളുള്ള ദമ്പതികൾക്കറിയാം, നിങ്ങൾ രണ്ടുപേരും കൂടെ, ഭാര്യയും ഭർത്താവും കൂടെ നിങ്ങളുടെ ബെഡ്റൂമിൽ കട്ടിലയിൽ ഇങ്ങനെ കിടന്ന് ഇച്ചിരി വർത്താനമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുക. ആ കഥക് ഒരല്പം തുറന്നു കിടപ്പുണ്ട്. നിങ്ങളുടെ ഈ ഉണ്ടാപ്പി കൊച്ചത് കണ്ടു എന്ന് വിചാരിക്കുക. കൊച്ചെന്നെടുക്കും, കഥക് തള്ളി തുറന്ന് ഓടി വന്നിട്ട് നിങ്ങളുടെ നടുക്ക് കയറി കിടക്കും. അപ്പം നിങ്ങൾ പറയും, ഉഴപ്പി, കാരണം കുറേ ദിവസം കൂടി ആയിക്കൊന്ന് ഒരുമിച്ചിരിക്കാനായിട്ട് തീരുമാനിച്ച. കുഞ്ഞുങ്ങൾക്ക് കൊതിയാണ് അപ്പനും അമ്മയും കൂടെ സ്നേഹമായിട്ട് ഒരു ഇച്ചിരി നേരം വർത്താനം പറയുന്നത് കാണാൻ. അപ്പനും അമ്മയും കൂടെ ഒരുമിച്ച് ചേർന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കാണും, അവരൊരിക്കലും മാറിപ്പോകത്തില്ല. കാരണം അവരുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് പറയുന്നത് എന്താ? അപ്പനും അമ്മയും ഇങ്ങനെ രണ്ട് ഉറച്ച മതിലുകൾ പോലെ അവരെ സംരക്ഷിക്കുന്നതാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങൾ വിശ്വസ്തതയുടെ കാര്യത്തിൽ നമ്മൾ ബെറ്റർ ആവട്ടോ. വളരെ നല്ല കുടുംബങ്ങൾ നമുക്കുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കുന്ന കുടുംബങ്ങൾ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സാമാന്യ സംസ്കാരത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ വളരെ നല്ല കുടുംബങ്ങളാണ് നമ്മുടെ കുടുംബങ്ങൾ. വലിയ കുറ്റകൃത്യങ്ങളൊന്നും നമ്മളാരും ചെയ്യുന്നില്ല. ഇടയ്ക്ക് ആ കൂടത്തായ ജോലിയൊക്കെ നമുക്ക് ഇച്ചിരി നാണക്കേടുണ്ടാക്കിയെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ ക്രിമിനൽ ബിഹേവിയറൊക്കെ കുറവാണ് നമ്മളുടെ ഇടയിൽ. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഇടയിൽ ശരിക്കും സന്തോഷം എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടോ? ശരിക്കും ആസ്വാദികരമാണോ നിങ്ങളുടെ കുടുംബജീവിതം? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊതിയോടെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടോ? തമാശകൾ പറയുന്നവർ എത്ര പേരുണ്ട്? പൊട്ടിച്ചിരിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ ഭയങ്കര സീരിയസാ. ഞങ്ങൾ പുരുഷന്മാർക്ക് പിന്നെ പറയുകയും വേണ്ട, ഗൗരവ രോഗം എന്ന് പറയുന്ന ഒരു രോഗം പിടിപെടും. ഭയങ്കര സീരിയസ് ആണ്. വീട്ടിനകത്തോട്ട് കയറിയോ ഭയങ്കര സീരിയസ് ആണ്. അതൊന്നും മിണ്ടത്തില്ല. പിന്നെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പഠിച്ചോ, എടുത്തോ, പിടിച്ചോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ചോദിക്കത്തുള്ളൂ. അല്ലാതെ സ്നേഹവർത്തമാനം ഇല്ല എന്നുള്ളതാണ്. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നം. അതിനെനിക്ക് തോന്നുന്നത് പുരുഷന്മാർ തന്നെയാണ് ഒരു ഇച്ചിരി മുൻകൈ എടുക്കേണ്ടത്. ഒരുമിച്ച് കൂട്ടാനും തമാശകൾ പറയാനും കുടുംബാന്തരീക്ഷത്തെ സന്തോഷമുള്ളതാക്കാനും. അത് തന്നെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അനുഭവത്തെ ഒത്തിരിയേറെ വളർത്തും എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം, ഈ ശാരീരികവും മാനസികവുമായ ഒരു അടുപ്പമാണ് എല്ലാ സ്നേഹത്തിൻ്റെയും ആരംഭം. എല്ലാ സ്നേഹങ്ങളും ശാരീരിക ബന്ധത്തിലാണ് ആരംഭിക്കുന്നത്. ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധവും ശരീരത്തോട് പറ്റിപ്പിടിച്ചാണ് തുടക്കം, അല്ലേ? പക്ഷേ കുഞ്ഞിൻ്റെ ഉള്ളിൽ സുരക്ഷിതത്വം കൂടുന്നതനുസരിച്ച് കുഞ്ഞമ്മയിൽ നിന്ന് പതുക്കെ പതുക്കെ നീന്തി പോകും. നീന്തി അകലേക്ക് പോകും. അവിടെ ഒറ്റയ്ക്കിരുന്നൊക്കെ കളിക്കും. പിന്നീട് ചിലപ്പോൾ കൊച്ച് അങ്ങ് ഒത്തിരി ദൂരെ പോയി ഒക്കെ പഠിക്കും. പക്ഷേ അടിസ്ഥാനം എന്താണ്? അമ്മയോടുള്ള ബന്ധമാണ്. ഒരമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ കൊച്ചിനെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തിയതാ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ മമ്മീൻ്റെ കൂടെ
താമസിച്ചാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ കൊച്ചിപ്പോൾ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൊച്ചെപ്പോഴും അങ്ങനെ എന്നോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടൊന്നും അല്ല, അതിന് തനിച്ച് നിൽക്കാനുള്ള ഒരു 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 കെൽപ്പില്ല, അത്ര തന്നെ. അതിനൊരു സുരക്ഷിതത്വമില്ല. അതുകൊണ്ടാണ് നല്ല സുരക്ഷിതത്വമുള്ള കുഞ്ഞുങ്ങൾ അവര് തനിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. അവര് നിങ്ങളുടെ കുടുംബത്തിന് ഒരു നാണക്കേടും ഉണ്ടാക്കത്തില്ല. നല്ല മൂല്യങ്ങളുള്ള കുഞ്ഞുങ്ങളായിട്ട് അവർ വളർന്നു വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ സ്നേഹത്തിന്റെ അന്തരീക്ഷം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതി ജീവിക്കാനായിട്ട്